അൽ മാലു ധനം. മാല് എന്ന് പറഞ്ഞാൽ ധനം, പണം. നമ്മുടെ 4ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ പാഠം. ഇതൊരു കവിതയാണ്. പണം സമ്പാദിക്കേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് പണം സമ്പാദിക്കാൻ റമീസ് ഉപയോഗിച്ചൊരു സമ്പാദ്യപ്പെട്ടി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു കവിതയാണ്. ഹസ്സാലത്തി ഹസ്സാലത്തി, എൻ്റെ സമ്പാദ്യപ്പെട്ടി, എൻ്റെ സമ്പാദ്യപ്പെട്ടി. ഹസ്സാലത്തി മീൻസ് സമ്പാദ്യപ്പെട്ടി, സമ്പാദ്യക്കുടുക്ക എന്നൊക്കെ പറയല്ലേ, തൂത്തി. ഫീഹ ജമാഅത്തു സർവത്തി, അതിലാണ് ഞാൻ എൻ്റെ സമ്പത്ത് ശേഖരിച്ചിരിക്കുന്നത്. ഫീഹ, അതിൽ, ആ സമ്പാദ്യപ്പെട്ടിയിൽ, ജമാഅത്തു, ഞാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, സർവത്തി, എൻ്റെ സമ്പത്ത് മുഴുവൻ. സമ്പത്ത് നമ്മളൊക്കെ സമ്പാദ്യപ്പെട്ടിയിൽ നാണയങ്ങളിട്ട് ശേഖരിക്കാറുണ്ടല്ലേ, കുട്ടികളുടെ സമ്പാദ്യമാണ് ആ നാണയങ്ങൾ. അത് മുഴുവൻ ആ സമ്പാദ്യപ്പെട്ടിയിലാണ് കുട്ടികൾ ശേഖരിച്ച് വെക്കുക. ഹസ്വാലത്തി സരിയത്തുൻ, എൻ്റെ സമ്പാദ്യപ്പെട്ടി സരിയത്താണ്, സമ്പന്നയാണ്, ധാരാളം പണമുണ്ടതിൽ. കരീമത്തുൻ സഹിയത്തുൻ, എൻ്റെ സമ്പാദ്യപ്പെട്ടി മാന്യയും ഉദാരവതിയുമാണ്. കരീമത്താണ്, മാന്യയാണ്. സഹിയത്തുൻ, ഉദാരവതിയാണ്. അതായത് എൻ്റെ സമ്പാദ്യപ്പെട്ടിയിലുള്ള പണം എനിക്ക് മാത്രമല്ല, എൻ്റെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ലഭിക്കും അല്ലേ. അവർക്കൊക്കെ ആവശ്യമുള്ളപ്പോൾ ഞാൻ പണം കൊടുക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സമ്പാദ്യപ്പെട്ടിയാണ് എൻ്റേത്. അമീനത്തുൻ വഫിയത്തുൻ, വിശ്വസ്തയും കൂറുള്ളവളുമാണ് എൻ്റെ സമ്പാദ്യപ്പെട്ടി. അമീന, വിശ്വസ്ത. വഫിയത്ത്, എന്നോട് കൂറുള്ള, എന്നോട് നല്ല സ്നേഹമുള്ള സമ്പാദ്യപ്പെട്ടിയാണ്. ബിഹാ ഉബാഹി ഇഹ്വത്തി, അവളെ കൊണ്ട്, എൻ്റെ ഈ സമ്പാദ്യപ്പെട്ടിയെ കൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടൊക്കെ അഭിമാനത്തോടെ പറയാറുണ്ട്. ഫഹാറുഹ അജീബുൻ, അതിൻ്റെ ഗാംഭീര്യം അത്ഭുതകരമാണ്, നല്ല ഗാംഭീര്യമുള്ള സമ്പാദ്യപ്പെട്ടിയാണ് എൻ്റേത്. വസദുറുഹ റഹീബുൻ, അതിൻ്റെ നെഞ്ച് വിശാലമായതാണ്. എന്ന് വെച്ചാൽ എൻ്റെ സമ്പാദ്യപ്പെട്ടിയിൽ ധാരാളം നാണയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും, വലിയതാണ്. നഫ്സി ലഹ തൊതീബു, അതിൻ്റെ അടുത്തെത്തുമ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാകും. നഫ്സി, എൻ്റെ മനസ്സ്, ലഹ, അതിനടുത്തെത്തുമ്പോൾ, തൊതീബു, ശാന്തമാകും, നല്ലതാകും. എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടും. എൻ്റെ സമ്പാദ്യപ്പെട്ടി എൻ്റെ കയ്യിലെടുക്കുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടും. ഹസ്സാലത്തി ഹസ്സാലത്തി, എൻ്റെ ഹസ്സാലത്ത്, എൻ്റെ ഹസ്സാലത്ത്. നുഖൂദഹ തരിന്നു, അതിലെ നാണയങ്ങൾ കിലുങ്ങുന്നുണ്ട് അല്ലേ. സമ്പാദ്യപ്പെട്ടി ഇങ്ങനെ കുലുക്കി നോക്കിയാൽ നാണയങ്ങൾ കിലുങ്ങുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടാകും. ഖൽബി ലഹ യഹിന്നു, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം അതിനോട് വാത്സല്യം കാണിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഈ സമ്പാദ്യപ്പെട്ടിയെ. എൻ്റെ മനസ്സ് അതിനെ കാണുമ്പോൾ നല്ല ഇഷ്ടം, നല്ലൊരു വാത്സല്യം കാണിക്കും. ഹസ്സാലത്തി ഹസ്സാലത്തി, എൻ്റെ സമ്പാദ്യപ്പെട്ടി, എൻ്റെ സമ്പാദ്യപ്പെട്ടി. ഫിഹ ജമാഅത്തു സർവത്തി, അതിലാണ് ഞാൻ എൻ്റെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇതാണ് കവിത. റമീസ് മുട്ടയൊക്കെ വിറ്റ് വീണ്ടും സമ്പന്നനായി. ഇവിടെ ഇതാ റമീസുൻ മുജ്തഹിദുൻ, ഇതിവിടെ എഴുതണം. റമീസുൻ മുജ്തഹിദുൻ, റമീസ് കഠിനാധ്വാനിയാണ്. മുജ്തഹിദുൻ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനി. റമീസുൻ മുജ്തഹിദുൻ, റമീസ് ഒരു കഠിനാധ്വാനിയാണ്, നന്നായി അധ്വാനിക്കുന്ന കുട്ടിയാണ്. യുഹിബ്ബു ജദ്ദതഹു കസീറൻ, അവൻ അവൻ്റെ ഉമ്മാമയെ ധാരാളം ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. ജദ്ദതഹു, അവൻ്റെ ഉമ്മാമയെ. കസീറൻ, ധാരാളം. ഈ സെൻറ്റൻസ് നമ്മളിവിടെ എഴുതണം. ആദ്യം ഇതിൻ്റെ മേലെ കൂടെ, പിന്നെ മേലെ 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 എഴുതി വരിക. ഓക്കെ. ഇനി നളഉ ഖസാനത്തി മക്കാന ഹസ്സാലത്തി, നമ്മൾ ആ കവിതയിൽ ഹസ്സാലത്തി എന്നതിന് പകരം ഖസാനത്തി എന്ന് വെക്കണം. ഹസ്സാലത്തി എന്നാൽ സമ്പാദ്യപ്പെട്ടി, എൻ്റെ സമ്പാദ്യപ്പെട്ടി. ഖസാനത്തി എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. എൻ്റെ ഖജനാവ്, എൻ്റെ പണം സൂക്ഷിക്കുന്ന സ്ഥലം, അതാണ് ഖസാനത്ത്. ഖജനാവ്, അലമാര, പെട്ടി അല്ലേ, അതിനൊക്കെ പറയും. അപ്പോൾ ഹസ്സാലത്തി എന്നുള്ളിടത്ത് ഖസാനത്തി എന്ന് വെച്ചുകൊണ്ട് ആ കവിത ചൊല്ലി നോക്കിയാൽ മതി. ഹസ്സാലത്തി ഹസ്സാലത്തി എന്നതിന് പകരം ഖസാനത്തി ഖസാനത്തി. ഫിഹ ജമാഅത്തു സർവത്തി. ഖസാനത്തി സരിയത്തുൻ കരീമത്തുൻ സഹിയത്തുൻ. ബാക്കി നോക്കാം. പിന്നെ അമീനത്തുൻ വഫിയത്തുൻ ബിഹ ഉബാഹി ഇഖ്വത്തി, അവിടെയൊന്നും മാറ്റമില്ല. പിന്നെ ഫഖാറുഹ അജീബുൻ വസദ്റുഹ റഹീബുൻ. നഫ്സി ലഹ തതീബു ഖസാനത്തി ഖസാനത്തി. നുഖൂദുഹ തരിന്നു ഖൽബി ലഹ യഹിന്നു. ഖസാനത്തി ഖസാനത്തി ഫിഹ ജമാഅത്തു സർവത്തി. അങ്ങനെ പാടുക. ഓക്കെ, ഇതോടെ 4 യൂണിറ്റുകൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു.
ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് 5-ാമത്തെ യൂണിറ്റ് പഠിച്ചു തുടങ്ങാം.